الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾ കാണുമ്പോഴും ആളുകൾ കാണാത്തപ്പോഴുമെല്ലാം പ്രപഞ്ചനാഥനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ സമയം എന്ന് പറയുന്നത്. ആ ആയുസ്സിനെ, ആ സമയത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലൊരു ദരിദ്രനായ മനുഷ്യൻ തന്റെ നാട്ടിലെ തന്റെ രാജാവിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ, അങ്ങേയറ്റം കഷ്ടപ്പാടും ഒക്കെ ആ രാജാവിന്റെ മുന്നിൽ ബോധിപ്പിക്കുകയാണ്. ആ സമയത്ത് തന്റെ പ്രജയുടെ ആ പ്രയാസങ്ങളും ദാരിദ്ര്യവുമെല്ലാം കേട്ടുകൊണ്ട് ആ രാജാവിന് തോന്നി, ഈ പ്രജയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം, അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നിന്നൊന്ന് കരകയറ്റണം. അങ്ങനെ ഈ രാജാവ് പറയുകയാണ്, ഇനി താൻ എന്തെങ്കിലും ഒരു വിഹിതം പറഞ്ഞിട്ട് കുറഞ്ഞു പോകണ്ട എന്ന് കരുതി രാജാവ് ആ ദരിദ്രനായ മനുഷ്യനോട് പറയാണ്, നിനക്ക് ഞാൻ 2 മണിക്കൂർ സമയം എന്റെ അന്തപുരത്തിൽ കയറിയിട്ട് എന്റെ ഖജനാവിൽ നിന്ന് നിനക്ക് വേണ്ട ആ ഖജനാവിൽ നിറച്ച്
പിന്നെ സ്വർണ്ണ നാണയങ്ങളും നിധികളും മാണിക്യങ്ങളും രത്നങ്ങളും എല്ലാം ഉണ്ട്. നിനക്കെന്ത് ചെയ്യാം? 2 മണിക്കൂർ സമയം. ആ 2 മണിക്കൂർ സമയം കൊണ്ട് നിനക്ക് ആവശ്യമുള്ളത്ര എത്രയാണോ നിനക്കെടുക്കാൻ പറ്റുന്നത് ആ 2 മണിക്കൂറിൽ അത്രയും പിന്നെ ധനം സമ്പത്ത് നിനക്ക് എന്ത് ചെയ്യാം? ആ ഖജനാവിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അയക്കുകയും തന്റെ ഭടന്മാരോട് അദ്ദേഹത്തെ തന്റെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുകയും ഭടന്മാർ അദ്ദേഹത്തെ അന്തപുരത്തിനകത്തേട്ട് കയറ്റി വാതിലടക്കുകയും 2 മണിക്കൂർ കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ പുറത്താക്കുകയും ചെയ്യും. അതിനിടക്ക് ആ 2 മണിക്കൂർ കൊണ്ട് നിനക്ക് ആവശ്യമുള്ള അത്രയും എത്രയാണോ നിനക്കെടുക്കാൻ കഴിയുന്നത് അത്ര നിനക്ക് വാരിയെടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആ അന്തപുരത്തിന്റെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു. ആ മനുഷ്യൻ, ദരിദ്രനായ ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ ആ അന്തപുരത്തിൽ കാണുകയാണ്. മനോഹരമായ ഇന്റീരിയർ, ഒരുപാട് കൊത്തുപണികൾ. അദ്ദേഹം അതിന്റെ സൗന്ദര്യത്തിൽ മുഴുകുകയാണ്. ആ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ആ സമയത്താണ് രാജാവിന്റെ തീന്മേശ കാണുന്നത്. രാജകീയമായ പ്രൗഢിയോടുകൂടിയുള്ള ആ തീന്മേശയിൽ ഏറ്റവും വിഭവസമൃദ്ധമായ ആഹാരം ഇങ്ങനെ ഒരുക്കി വെച്ചത് കണ്ടപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരൽപ്പം കഴിക്കാൻ തോന്നി. അദ്ദേഹം അവിടെ ഇരുന്ന് അതിൽ നിന്ന് ആ വിഭവസമൃദ്ധമായ ഭക്ഷണം രുചിച്ചു നോക്കി, അല്പം കഴിച്ചു. പിന്നീട് അദ്ദേഹം കാണുന്നത് രാജാവിന്റെ കട്ടിലാണ്. വളരെ ആർദ്രമായ മിനുസമുള്ള ആ കട്ടിലൊന്ന് തൊട്ടു നോക്കി. കാണാൻ ഭംഗിയുള്ള വളരെയധികം മിനുസമുള്ള ആ കട്ടിലിൽ അദ്ദേഹത്തിന് തൊട്ടു നോക്കിയപ്പോ ആ കട്ടിലിൽ ഇരിക്കാൻ തോന്നി. ആ കട്ടിലിൽ അദ്ദേഹം ഇരുന്ന് നോക്കിയപ്പോ ആ കട്ടിലൊന്ന് കിടക്കാൻ തോന്നി. അങ്ങനെ ആ കട്ടിലിൽ കിടന്ന ആ മനുഷ്യൻ അഗാധമായ നിദ്രയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ആ കട്ടിലിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. പാറാവുകാര് വാതിലിൽ മുട്ടി. അദ്ദേഹം ഉടനെ നെട്ടിയുണർന്നുകൊണ്ട് തന്റെ 2 മണിക്കൂർ സമയം കഴിഞ്ഞത് അദ്ദേഹം ഓർക്കുകയും വാതിലിനടുത്ത് പോയി തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് പാറാവുകാരോട് പറഞ്ഞു, ഒരല്പസമയം കൂടി എനിക്ക് തരണം. കാരണം ഞാൻ ഖജനാവിൽ പോയിട്ടില്ല, അവിടുന്ന് വേണ്ടത് രാജാവ് എടുക്കാൻ പറഞ്ഞെടുത്തിട്ടില്ല. ആ നേരത്ത് ആ പാറാവുകാർ അദ്ദേഹത്തിന്റെ കൊല്ലിക്ക് പിടിച്ച് പുറത്ത് ചാടിക്കുകയാണ്. ആ സമയത്ത് താൻ എന്തിനു വേണ്ടിയാണോ അങ്ങോട്ട് കടന്നത് ആ ഖജനാവിലെ കാഴ്ച അദ്ദേഹം കാണുകയാണ്. നിറച്ചും രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും നിറച്ചു നിൽക്കുന്ന ആ ഖജനാവിൽ നിന്ന് എടുക്കാൻ പോയ ഞാൻ ആ അന്തപുരത്തിലുള്ള ഭംഗിയിലും അതിന്റെ സൗന്ദര്യത്തിലും അതിന്റെ ആഡംബരത്തിലും ആ വശീകരണത്തിലും ഒഴുകിക്കൊണ്ട് ഞാൻ എൻ്റെ സമയത്തെ മറന്നുപോയല്ലോ എന്ന് അദ്ദേഹം പരിഭവിക്കുകയാണ്. ഒരല്പസമയം, ഒരു പിടിയൊന്ന് അതിൽ നിന്ന് വാരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഏതാനും നിമിഷം ഇതിൽ കഴിച്ചുകൂടിയ ഈ സുഖലോലുപതയേക്കാൾ എൻ്റെ ജീവിതം മുഴുവൻ അടിച്ചു പൊളിക്കാനുള്ള വിഭവങ്ങൾ എനിക്ക് എടുക്കാമായിരുന്നു ആ ഖജനാവിൽ നിന്ന്. പക്ഷേ ആ സമയത്തെ വേണ്ട വിധത്തിൽ അദ്ദേഹം ഉപയോഗിക്കാതെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ലഭിക്കാതെ ആ ഭടന്മാർ പുറത്തേക്ക് തള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥയുമായി നമ്മുടെ ജീവിതത്തിന് സാമ്യമില്ലേ? ഈ ഒരു കഥയിലെ ഗുണപാഠവുമായി നമ്മുടെ ജീവിതം ഒന്ന് തട്ടിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ ഇതേപോലെ ആ ഭടന്മാർ എന്താണോ അവസാനം ആ മനുഷ്യന്റെ കൊല്ലിക്ക് പിടിച്ചു പറഞ്ഞത് അതുപോലെയുള്ള വാക്കുകൾ മലക്കുൽ മൗത്ത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ വരുന്ന സമയത്ത് ആ മലക്കുൽ മൗത്തിനോട് ഈ മനുഷ്യൻ പറഞ്ഞ പോലെ ഒരല്പസമയം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേണ്ടതെടുക്കാനുണ്ട്, എനിക്കൊരുപാട് വാരിക്കൂട്ടാനുണ്ട്, ഒരല്പസമയം കൂടി തരുമോ എന്ന് ഈ മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ ആ തന്റെ പാറാവുകാരനോട്, ആ ഭടന്മാരോട് കെഞ്ചിയ പോലെ മനുഷ്യൻ കെഞ്ചുന്ന ഒരു രംഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു മുഅ്മിനൂനിലെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലോട് പറഞ്ഞു തരികയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ വഖാഹിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, ഒരല്പസമയം എനിക്ക് തരികയാണെങ്കിൽ
ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ മാറ്റിവെച്ച സകല നന്മകളും ഞാൻ ചെയ്യാം. ഒരല്പസമയം കൂടി എനിക്ക് പിന്തിച്ചു തരുമോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വർത്താന. ആ പറഞ്ഞതുകൊണ്ട് മനുഷ്യനൊരു കാര്യമില്ല. ഒരു നിമിഷം പോലും പിന്തിച്ചു തരികയില്ല. ആ കൃത്യമായ സമയത്ത് തന്നെ അവന്റെ റൂഹിനെ മലക്കുൽ പിടിക്കും. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു രംഗത്തെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുന്നത്. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. നമ്മൾ ഉപേക്ഷ വരുത്തിയ, നമുക്കറിയാം ഒരുപാട് നന്മകളൊക്കെ ചെയ്യണം, മരണപ്പെട്ടു പോകും. ഇത് ചെറിയ ജീവിതമാണ്, വലിയൊരു ജീവിതം കടന്നു വരാനുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ നമ്മൾ പിന്നേക്ക് വേണ്ടി മാറ്റിവെച്ച, ഉപേക്ഷ വരുത്തിയ നന്മകളെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് റബ്ബിനോട് കെഞ്ചുന്ന ഒരു സമയത്തെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. എന്തിനു വേണ്ടിയാ? നമ്മുടെ സമയത്തെ കൃത്യമായി ഉപയോഗിച്ചോ? ഏത് സമയമാണ്? ഇനി എത്ര സെക്കൻഡാണ്? ഇനി എത്ര മിനിറ്റാണ്? ഇനി എത്ര മണിക്കൂറാണ്? ഇനി എത്ര ദിവസമാണ്? ഇനി എത്ര ആഴ്ചയാണ്? എത്ര വർഷമാണ് നിന്നിലേക്ക് ആ മലക്കുൽ മൗത്ത് വരാനുള്ളതെന്ന് നമുക്കറിയൂല. അതുകൊണ്ട് ആ വരുന്ന സമയത്തിന് മുമ്പ്, ആ മലക്കുൽ മൗത്തിനോട് കെഞ്ചുന്നതിന് മുമ്പ് ഈ സമയത്ത് നീ വേണ്ട വിധത്തിൽ ഉപകരിച്ചോ? നാളേക്ക് കൊണ്ടുപോകാനുള്ള അമലു സ്വാലിഹാത്തുകൾ നീ തയ്യാറാക്കി വെച്ചോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സൂറത്തു സജ്ദയിലൂടെ വിശുദ്ധ ഖുർആൻ സജ്ദയുടെ 12ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയാണ്, നാളെ അള്ളാഹുവിന്റെ ആ മഹ്ശറയിൽ, ആ ഹശ്റിന്റെ ഭൂമിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് മനുഷ്യൻ പരിതപിക്കുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസഹും عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. അല്ലാഹുവിന്റെ കോടതിയിൽ തല താഴ്ത്തിയവരായിക്കൊണ്ട് കുറ്റവാളികൾ നിൽക്കുന്ന സന്ദർഭം, റബ്ബനാ, അവർ തങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു പറയും, നാഥാ, അബ്സർനാ, ഞങ്ങൾ കണ്ടിരിക്കുന്നു, വസമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാഥാ, ഫർജിഅനാ, ഫർജിഅനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ? നഅമൽ സ്വാലിഹ, ഞങ്ങൾ എല്ലാ അമലുകളും ചെയ്തു കൊള്ളാം, എല്ലാ സൽപ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യാം റബ്ബേ. ഇന്നാ മൂക്കിനൂൻ, ഞങ്ങളിതാ ഇവിടെ ദൃഢവിശ്വാസികളായിട്ടുണ്ട്. ഇനി ഒരു മാറ്റവും ഒരു സെക്കൻഡും ഒരു മിനിറ്റും ഞങ്ങളുടെ ജീവിതത്തിൽ റബ്ബേ ഞങ്ങൾ പാഴാക്കില്ല. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതേ റബ്ബേ, ഞങ്ങൾ ദൃഢവിശ്വാസികളായിരിക്കുന്നുണ്ട്, ഒന്ന് മടക്കി തരണേ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് പരിതപിക്കുന്ന ഒരു രംഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തു സജ്ദയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയാ? നമ്മുടെ സമയത്തെ പറ്റി, നമ്മുടെ ഓരോ സെക്കൻഡിനെ പറ്റിയും ആലോചിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വിശുദ്ധ ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ളത് എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണേ. നമുക്കറിയാം 10, 20, 30, 40 വർഷം നമ്മളിവിടെ ജീവിച്ചു. ഒരു 20, 30, 40 വർഷം വിദേശത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, അവൻ നോക്കില്ലേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോ എന്താണ് കൊണ്ടുപോകാനുള്ളതെന്ന്? എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കുന്നുണ്ടോ? നാളേക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വേണ്ടി, ശാശ്വതമായ ആ ജീവിതത്തിലേക്ക് വേണ്ടി, അറ്റമില്ലാത്ത ആ ജീവിതത്തിലേക്ക് വേണ്ടി എല്ലാ സുഖലോലുപതകളും ഒരുക്കി വെച്ചിട്ടുള്ള, എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള ആ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പദ്ധതികളെയും നിങ്ങൾ
നിങ്ങളുടെ പ്ലാനുകളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പറ്റി കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്നുകളഞ്ഞ ഒരു വിഭാഗം ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ പെട്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറന്നിട്ടുള്ളത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അക്കൂട്ടർ തന്നെയാണ് ദുർമാർഗികളെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രവാചകന്റെ താക്കീതുകൾ ഒരുപാട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയുമുണ്ടല്ലോ ഒരുപാട് കാലം. നമുക്കൊരുപാട് പദ്ധതികളുണ്ട് ഈ ദുനിയാവിൽ. നമ്മൾ 5 വർഷത്തെ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, 10 വർഷത്തെ പ്രൊജക്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, 25 വർഷത്തെ പദ്ധതികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്കുള്ള ധാരണ ഇനിയും ഒരുപാട് സമയമുണ്ട്, പോവാനായിട്ടില്ല, നമുക്ക് ആ സമയത്തൊക്കെ ചെയ്യാം, അടുത്ത വർഷം കൂടി ആകട്ടെ, ഒരു ഹജ്ജിനൊക്കെ പോകാം, ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്റെ ഈ ബാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട്, എന്റെ മക്കളുണ്ട്, അവരെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്റെ ജോലി ഒരു നിലയിലെത്തിയിട്ട് എനിക്കെന്ത് ചെയ്യാം, ഒന്നുകൂടി നന്നാവാം എന്ന് പറഞ്ഞ് ദുനിയാവിൽ ഒരുപാട് സമയം ബാക്കിയുണ്ടെന്നാണ് പലപ്പോഴും മനുഷ്യൻ കരുതുക. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിആത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകരെ അവർ ചോദിക്കുന്നു എപ്പോഴാണ് അന്ത്യദിനമെന്ന്, അങ്ങേക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് നൽകിയിട്ടില്ല. എന്നാൽ ആ ദിവസത്തെ അവരവരെ കണ്ണുകൊണ്ട് കാണുന്നതാണ്, അതിന്റെ ഭീകരത അവർ കേൾക്കുന്നതാണ്, അതിന്റെ ഭീകരമായ അവരുടെ ഹൃദയങ്ങളിൽ അവർ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നതാണ്. കഅന്നഹും യൗമ യറൗനഹാ, അങ്ങനെ ആ ദിവസത്തെ അവർ കാണുന്ന ദിവസം അവർ പറയും, ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിന്റെ ഏതാനും ഒരു അല്പസമയം മാത്രമേ ഈ ദുനിയാവിൽ കഴിച്ചു കൂടിയിട്ടുള്ളൂ എന്ന് മനുഷ്യൻ പറയും. പ്രിയപ്പെട്ടവരെ, ഈ പരലോകത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെയും ഈ താക്കീതുകളെയും മറന്നുകൊണ്ട് ദുനിയാവിന്റെ ഒരുപാട് പദ്ധതികളും പ്രൊജക്ടുകളും ആസൂത്രണം ചെയ്ത ആ മനുഷ്യൻ പറയും, ഒരുപാട് കാലം ദുനിയാവിൽ ജീവിച്ച, ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച, വർഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യൻ പറയാ, ആ അന്ത്യദിനത്തെ കാണുന്ന സമയത്ത് ഒരല്പം, ഒരു രാവിലെ ഒരു വൈകുന്നേരം അവൻ ജീവിച്ചിട്ടുണ്ടെന്ന് പറയുമെന്ന് പ്രപഞ്ചനാഥനായ പടച്ചിറപ്പ് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ പറയുമെന്നാണ്, കണ്ണ് ഇമവെട്ടി എണീക്കുന്ന സമയം എത്രയാണ്, ആ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആ പരലോകത്തെ കാണുമ്പോൾ, അറ്റമില്ലാത്ത ആ ദിവസത്തെ കാണുമ്പോൾ ആ പരലോകത്ത് മുമ്പിൽ ഞാൻ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയ സമയമെന്ന് മനുഷ്യൻ പറയുന്ന ആ കണ്ണിമ വെട്ടുന്ന സമയം, അല്ലെങ്കിൽ ആ ഒരു പ്രഭാതം, ഒരു പ്രദോഷം, അത്രയുള്ളൂ നമ്മുടെ ഈ ദുനിയാവിലെ എല്ലാ പദ്ധതികളും, എല്ലാ പ്രൊജക്ടുകളും, എല്ലാ ബിസിനസ്സും, എല്ലാ പോരിമയും മത്സരവും എന്തൊക്കെയുണ്ടോ അതൊക്കെ അത്ര മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കും താക്കീതുകൾക്കും അനുസരിച്ച് ജീവിതത്തിന്റെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഊസിക്കും വയ്യായ തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കഥയിലെ ഒരു ദരിദ്രനായ മനുഷ്യൻ 2 മണിക്കൂർ സമയം രാജാവിന്റെ അന്തപുരത്തിൽ അയാൾക്ക് സമയം കൊടുത്തിട്ടും ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും നിധികളും രത്നങ്ങളും മാണിക്യങ്ങളും നിറച്ച ആ ഖജനാവ് കൺമുന്നിലുണ്ടായിട്ടും വിഡ്ഢിയായ മനുഷ്യനെന്നാ നമ്മൾ പറയാ. 2 മണിക്കൂർ കിട്ടിട്ടും ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങിയ മനുഷ്യൻ ഒരു വിഡ്ഢിയായ മനുഷ്യനാണെന്നാ നമ്മൾ പറയാ. എന്നാ പ്രിയപ്പെട്ടവരെ, ആ കഥയുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ
എന്താണോ ആ മനുഷ്യൻ അവസാനം ആ ഭടന്മാർ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞത്, അതേ രംഗം മനുഷ്യൻ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ വാക്ക് ഒരല്പസമയം കൂടി എനിക്ക് തരണമെന്ന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് പരിതപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നോക്കിക്കോ, നാളേക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ള വിഭവം എന്താണെന്ന് നോക്കിക്കോ, അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഈ ജീവിതം വളരെ നിസ്സാരമാണ്, ചുരുങ്ങിയതാണെന്ന് നീ ഓർക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ 10, 20, 30, 40, 50 വർഷം നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഈ ദുനിയാവിലെങ്കിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും, അതിലെ ഓരോ സെക്കൻഡും ഒന്നുകിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാ, അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നമുക്ക് എതിരായി സാക്ഷി പറയുന്നതാ. രണ്ടാലൊന്നായിരിക്കും ആ സമയം. നമ്മൾ ആലോചിക്കുക, ഇത്രയും സമയം ചെലവഴിച്ചിട്ട് ഈ സമയം, ഈ സെക്കൻഡുകളൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാണോ, അതല്ല എനിക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നതാണോ എന്ന് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകളെ മുൻനിർത്തി വിശ്വാസികളായ നമ്മൾ ആലോചിക്കണം. ഒരിക്കലൊരു മനുഷ്യൻ പുഴക്കരയിൽ നിലാവുള്ള രാത്രിയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്റെ തൊട്ടടുത്ത ഒരു സഞ്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് ഏതാനും കല്ലുകൾ കിട്ടുന്നു. ആ നിലാവുള്ള ദിവസം ഒഴുകുന്ന ആ നദിയിലെ വെള്ളത്തിലേക്ക് ആ സഞ്ചിയിൽ നിന്ന് കിട്ടുന്ന ഓരോ കല്ലും ആ മനുഷ്യന് ആ ഓളം വെട്ടുന്ന അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞു തീർക്കുകയാണ്. അവസാനം ഒരു കല്ല് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വീണു എന്നാണ്. ആ ഒരു കല്ല് പിറ്റേ ദിവസം അദ്ദേഹം പുറത്തെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കാണുകയും അത് പുറത്തെടുത്ത സമയത്ത് ആ സുഹൃത്ത് പറയുന്നു, ഈ കല്ലിന്, ഈ രത്നക്കല്ലിന് ഞാൻ ലക്ഷങ്ങൾ വില തരാം, നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇതുപോലുള്ളത് നിന്റെ അടുത്ത് ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സമയത്തിൽ ആ മനുഷ്യൻ സ്തബ്ധനായി നിൽക്കുകയാണ്. കാരണം എന്തേ? ഇന്നലെ രാത്രിയിൽ ആ ഇരുട്ടിലിന്റെ സമയത്ത് എനിക്ക് കിട്ടിയ ആ സഞ്ചി മുഴുവൻ ഇതുപോലെ വില കൂടിയ രത്നങ്ങളായിരുന്നു. പക്ഷേ ആ ഇരുട്ടിൽ ആ രത്നങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ അങ്ങനെ ആ നദിയിലുള്ള വെള്ളത്തിന്റെ ഓളം വെട്ടും ആസ്വദിച്ചുകൊണ്ട് ഓരോ കല്ലുകളും എറിഞ്ഞു തീർക്കുകയായിരുന്നു. ഇനി ഒരു കല്ല് മാത്രമാണ്. അത്രയും കല്ലുകൾ ഞാൻ സമ്പാദിച്ച് ഞാൻ നോക്കിയിരുന്നെങ്കിൽ, ആ കല്ലിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതിനൊന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം സൗഭാഗ്യമായിരുന്നു കടന്നു വന്നിരുന്നെന്ന് ആ മനുഷ്യൻ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡ് എന്ന് പറയുന്നതും നമ്മുടെ മാണിക്യ കല്ലുകളാണ്. ആ കല്ലുകളെ ആ മനുഷ്യൻ പുഴയിലേക്ക് അലസമായി എറിഞ്ഞു നീക്കിയ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെയും നമ്മൾ എറിഞ്ഞു നീക്കരുത്. ആ ഓരോ സെക്കൻഡുകളെയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി പറയുന്ന മാതിരി, നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ ആയിരിക്കണം, ആ രൂപത്തിലായിരിക്കണം നമ്മൾ വിനിയോഗിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ എല്ലാവിധ സുഖലോലുപതയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൽ ഒരുപാട് ദർജകളുണ്ടെന്ന. ഒപ്പം ഇരുന്ന ഈ പള്ളിയിലിരുന്ന ആളുകൾ, ഒപ്പം നമസ്കരിച്ച ഈ പള്ളിയിലിരുന്ന കൂട്ടുകാർ, അവർ ചിലപ്പോൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ സ്വർഗലോകത്തെത്തുകയാണെങ്കിൽ ഒരേ ദർജയിലായിരിക്കില്ല, വ്യത്യസ്ത ദർജയിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ദർജ എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം ദൂരമുണ്ടോ അത്രമാത്രം അകലമുണ്ടായിരിക്കും, അത്രമാത്രം ഉയരമുണ്ടായിരിക്കും ആ ഒരു ദർജ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ 1ാമത്തെ ദർജയും 100ാമത്തെ ദർജയും തമ്മിൽ പ്രിയപ്പെട്ടവരെ എത്ര അന്തരമുണ്ടായിരിക്കും. ഇന്ന് മനുഷ്യന് ആ പ്രപഞ്ചത്തിന്റെ 4.5% മാത്രമേ ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 95% ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ മനുഷ്യന് സാധ്യമായിട്ടില്ല. എത്രയാണ് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരമെന്ന് നിർണ്ണയിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള അത്രയും അകലമായിരിക്കും ഒരു ദർജയിൽ നിന്ന് മറ്റൊരു ദർജയിലേക്കുള്ള ഉയരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ആ സ്വർഗ്ഗലോകത്ത് നിന്ന് ഉയരത്തിൽ കാണുന്ന തന്റെ സഹോദരനെ കാണുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്, നാഥാ, എന്താണ് എന്റെ സഹോദരൻ ഇത്രയും ഉയരത്തിലുള്ള ആ ദർജയിലെത്താൻ കാരണം? പ്രവാചകൻ പഠിപ്പിക്കുന്നു, അദ്ദേഹം നിന്നേക്കാൾ കൂടുതൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതേത് പ്രവർത്തികൾക്കിടയിലും, ജീവിതത്തിന്റെ ഏതേത് നെട്ടോട്ടത്തിനിടയിലും നമുക്കും നമ്മുടെ നാവ് കൊണ്ട് മന്ത്രിച്ചുകൂടെ, നമ്മുടെ ഹൃദയം കൊണ്ട് മന്ത്രിച്ചുകൂടെ? അൽഹംദുലില്ലാഹ്, സകല അനുഗ്രഹങ്ങളും തന്ന റബ്ബിന്റെ മുമ്പിൽ
എത്രയോ ആളുകൾ ഹോസ്പിറ്റലിലെ കിടക്കയിൽ കിടന്ന് ഒന്ന് അതിൽ നിന്ന് എണീറ്റ് നിന്നാൽ വന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനോട് തേടുമ്പോൾ, എത്രയോ ആളുകൾ അടുത്ത റിസൾട്ടിൽ എൻ്റെ ഈ റിസൾട്ട് ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുള്ളപ്പോ അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടി ഈ ഭൂമിയിൽ നടക്കുന്ന മനുഷ്യൻ എത്ര റബ്ബിനോട് അൽഹംദുലില്ലാ പറയണം പ്രിയപ്പെട്ടവര്. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ റബ്ബ് എത്രമാത്രം പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞത്. അല്ലാഹു അക്ബർ, പ്രപഞ്ചനാഥായ പടച്ച റബ്ബാണ് ഏറ്റവും വലിയവനെന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കുന്നതിലൂടെ എത്ര വലിയ പ്രതിഫല റബ്ബ് പറഞ്ഞത്. ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ എത്രയധികം പ്രതിഫലമാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സകീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ട് വചനങ്ങളുണ്ട്. എന്താണ് ഖഫീഫത്താനി അൽ ലിസാൻ? നാവുകൾക്ക് വളരെ കനം കുറഞ്ഞത്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത്. സകീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ എന്നോ പഠിച്ചതാ, നമുക്കറിയാത്തതോ ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ആ ദരിദ്രനായ മനുഷ്യൻ ആ ഖജനാവിൽ നിന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ എടുക്കാതെ സമയത്തെ കളഞ്ഞ മനുഷ്യനെ നമ്മൾ വിഡ്ഢി എന്ന് പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 100ഓളം ദർജകളുള്ള ആ സ്വർഗീയ ലോകത്തെ ഏറ്റവും ഉയരങ്ങളിലെത്താനുള്ള ഏറ്റവും വലിയ നിധികളായ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന നാവുകൾക്ക് വളരെ കനം കുറഞ്ഞ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ദിക്ർ എത്രമാത്രം നമ്മുടെ മീസാനിൽ കനം തൂങ്ങുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുന്നുണ്ട്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. ഇഖ്റ കിതാബക, നീ നിന്റെ ഗ്രന്ഥം തുറക്ക്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് ആ ഗ്രന്ഥം തുറക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹിസാബ. അവിടെ വേറൊരു കോടതിയോ വേറൊരു വക്കീലോ വേറൊരു വിചാരണയിലോ, നീ തന്നെയാണ് നിന്റെ ഗ്രന്ഥം നോക്കി വിചാരണ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ കോടതിയിൽ വെച്ച് അങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് നൽകുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ നന്മകൾ ഉണ്ടാകുമോ? അതല്ല, നമ്മുടെ ഓരോ സെക്കൻഡുകളെയും നമ്മൾ ശ്രദ്ധിക്കാതെ പാഴാക്കി കളഞ്ഞുവോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുമ്പോ ആ ഭയാനകരമായ കോടതിയിൽ വിജയിക്കണമെങ്കിൽ അവിടെ നമുക്ക് നൽകപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ നന്മകൾ രേഖപ്പെടുത്തണമെങ്കിൽ, ഉന്നതമായ അറ്റമില്ലാത്ത ആ സ്വർഗീയ ലോകത്തെ സകല സുഖലോലുപതയിലും നമുക്ക് എത്തിപ്പെടണമെങ്കിൽ, ഏറ്റവും ഉന്നതമായ ദർജയിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏത സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി കൊണ്ടുപോകാൻ എന്താ ഉള്ളതെന്ന് നിങ്ങൾ നോക്കണേ. നമ്മളറിയാം, ഏത് ബിസിനസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഒന്ന് കണക്കൂട്ടും വൈകുന്നേരം, ഇന്ന് എത്ര കിട്ടി എത്ര കിട്ടിയില്ല എന്ന്. ആനായ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയും, ഹാസിബു ഖബ്ല അൻ തുഹാസിബു, ആ വലിയ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങൾ എപ്പോഴും ഒന്ന് വിചാരണ ചെയ്യണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, കച്ചവടം അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കണക്കൊന്ന് നോക്കുന്നു, ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന്. പക്ഷേ ഈ വലിയ ലോകത്തേക്ക് പോകുമ്പോ കൊണ്ടുപോകേണ്ട ഈ ഒരു കണക്കിനെ പറ്റി പ്രിയപ്പെട്ടവരെ, രാത്രി ആ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ എണീറ്റത് മുതൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന എത്ര അമലുകൾ എനിക്കുണ്ടാകും? പൊറുക്കണേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് തിന്മകൾ മുന്നിൽ തെളിഞ്ഞു വരും. സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി കൃത്യമായ നിയ്യത്തോടുകൂടി എത്ര അമലുകൾ ഉണ്ടാകും? നമ്മളൊന്ന് രാത്രി നോക്കാറുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ രാജാവാണ്.
രാജാവിന്റെ മുന്നിൽ പ്രിയപുത്രി വന്നിട്ട് രാജാവിനോട് പറയാണ്, പിതാവേ, എന്റെ കൈ പൊട്ടിയിട്ടുണ്ട്, മാവ് കുഴച്ചിട്ട് എനിക്കൊരു വേലക്കാരനെ തരണം. എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് സമ്പത്തില്ല, ദരിദ്രനാണെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഏത് രാജാവാണ് തന്റെ പ്രിയപ്പെട്ട പുത്രി ഒരു വേലക്കാരനെ ചോദിക്കുമ്പോ നിർത്തിക്കൊടുക്കാത്തത്? എന്നാൽ മദീനയുടെ രാജാവ് ആ പുന്നാര മകളോട് പറഞ്ഞത്, മകളെ, അതിനേക്കാൾ വലിയത് ഈ പുന്നാര ഉപ്പ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിച്ചിട്ട് മകളോട് പറയാണ്, മകളെ, നീ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് വുളൂ ചെയ്തുകൊണ്ട് ഏതാനും ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മകളെ കിടക്കണമെന്ന് അത്രയും വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാ പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, 20, 30, 40, 60 വർഷം നമ്മൾ ജീവിച്ചു. ഈ ജീവിതത്തിലെ ഏകദേശം ഒരു 5-8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാണ് തീർത്തത് എന്ന് പറഞ്ഞ ഒരു 60 വർഷം ജീവിച്ച ഒരു മനുഷ്യന് ഏകദേശം 20 വർഷം അദ്ദേഹത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഉറക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ രാത്രി കിടക്കുന്ന സമയത്തിൽ വുളൂ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായ ഈ ദിക്റുകൾ ചൊല്ലി ഏതാനും മിനിറ്റുകൾ വരുന്ന ഈ ദിക്റുകൾ ചൊല്ലി നമ്മൾ കിടന്നിരുന്നെങ്കിൽ ജീവിതത്തിന്റെ 60 വർഷം ജീവിച്ച ഒരു മനുഷ്യന്റെ 20 വർഷം നന്മയിലാക്കി തീർക്കാൻ അയാൾക്ക് സാധ്യമാകുമായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അവസരങ്ങളാണ് പടച്ച റബ്ബ് നമുക്ക് മുന്നിൽ വളരെ നിസ്സാരമായിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കഥയിലെ മനുഷ്യനെ നമ്മൾ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ ഇത്രയും അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഇട്ടു തന്ന റഹ്മാനായ റബ്ബ് ഇത്രയും അവസരങ്ങൾ തന്നിട്ട് അത് ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും അതേ മനുഷ്യന്റെ ഗണത്തിലല്ലേ പെടുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഈ ആയത്തുകളെ നെഞ്ചേറ്റിക്കൊണ്ട് ആ ആയത്തുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതത്തെ ധന്യമാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ഉപയോഗപ്പെടുത്തി നാളെ കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ എന്താണെന്ന് റബ്ബിന്റെ ആയത്തിനോട് കൊണ്ട് റബ്ബേ, ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ തക്കവണ്ണം റബ്ബിനോട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കൾ, അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ബർസഖി ലോകത്തെ എല്ലാവിധ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ആ ബർസഖി ലോകത്തിൽ രാവിലെയും വൈകുന്നേരവും സ്വർഗം കാണിക്കപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് അവരെയും നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറാ ലോകത്ത് ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിച്ചൊലിക്കുമ്പോ യാ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞ മനുഷ്യൻ നെട്ടോട്ടമോടുന്ന സമയത്ത് അവിടെ നാഥ, നിന്റെ അനുഗ്രഹമായ അർശിന്റെ തണൽ ലഭിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ ആ മഹ്ശറാ കോടതിയിൽ, നിന്റെ കോടതിയിൽ വിചാരണയിൽ പരാജയപ്പെട്ടുകൊണ്ട് ഇടത കൈയിൽ ഗ്രന്ഥം വാങ്ങിക്കൊണ്ട് ഭീകരമായ, സഹിക്കാൻ കഴിയാത്ത, അപമാനകരമായ, വേദനാജനകമായ ആ നരകശയിൽ പ്രവേശിക്കുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങിക്കൊണ്ട് വിജയികളായിക്കൊണ്ട് ഉന്നതമായ ആ സ്വർഗീയ ലോകത്തേക്ക് നടന്നെടുക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് രോഗികളായ ആളുകളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ യാതനകളും പീഡനങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ഈമാനികമായ ശക്തി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار
النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل وسلم على نبينا محمد والحمد لله رب العالمين.